നാഷണൽ ഹെറാൾഡ് കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് ഡൽഹി പോലീസിന്റെ നോട്ടീസ്. യങ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഈ മാസം 19 മുമ്പായി രേഖകൾ സമർപ്പിക്കാൻ നിർദ്ദേശം. സഹോദരനും എംപിയുമായ ഡി.കെ. സുരേഷിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, പറയൂ. SK നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഗൂഢാലോചന ഈ ഒരു കേസ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനും അദ്ദേഹത്തിന്റെ സഹോദരനും കോൺഗ്രസിന്റെ എംപിയുമായ ഡി.കെ. സുരേഷിനുമാണ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ ഡിസംബർ 19 മുമ്പായി ഇഡിക്ക് മുന്നിൽ ഹാജരായി ഈ യങ് ഇന്ത്യൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയെ 1-ാം പ്രതിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയും ആക്കിക്കൊണ്ടാണ് ഈ സാമ്പത്തിക ഇടപാടിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള ഗൂഢാലോചന കേസ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പുറമെ മറ്റ് 4 കോൺഗ്രസ് നേതാക്കൾ കൂടി ഈ കേസിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഈ നാഷണൽ ഹെറാൾഡിന്റെ മാതൃകമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ എന്നീ കമ്പനികളുടെ പേരുകളും ഈ ഒരു FIR-ൽ പരാമർശിക്കുന്നുണ്ട്. ഈ യങ് ഇന്ത്യനിലേക്ക് ഡി.കെ. ശിവകുമാറും ഡി.കെ. സുരേഷും പണം നൽകിയ സംഭാവന സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഡൽഹി പോലീസ് തേടിയിരിക്കുന്നത്. തങ്ങളുടെ പാർട്ടി പത്രത്തിനാണ് സംഭാവന നൽകിയിരിക്കുന്നത് എന്ന പ്രാഥമിക വിശദീകരണമാണ് ഇരുവരും നൽകിയിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഡിസംബർ 19 മുമ്പായി തന്നെ ഈ രേഖകൾ ഹാജരാക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ബൽറാം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.